കാസർഗോഡ് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റോറിയുമായി കണക്ട് ചെയ്തൊരു വാർത്തയാണ് ഇപ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത്. കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വിദ്വേഷ പ്രചരണമെന്ന് പരാതി. മുള്ളേരിയയിലെ UDF കുടുംബയോഗത്തിലാണ് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷത്ത് ഫർസാന വിദ്വേഷ പരാമർശം നടത്തിയത്. സംഭവത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ ചേരുന്നുണ്ട്. പ്രദീപ്, ആയിഷത്ത് ഫർസാന എന്താണ് പറഞ്ഞത്? അതായത് ഇന്ന് വൈകുന്നേരം നടന്ന കുടുംബയോഗത്തിലാണ്, മുസ്ലിം ലീഗിന്റെയും UDFന്റെയും കുടുംബയോഗത്തിലാണ് ആയിഷത്ത് ഫർസാന മുനാഫിക് എന്നൊരു പദപ്രയോഗം നടത്തിക്കൊണ്ട് ഷാനവാസ് പാദൂരിനെ അഭിസംബോധന ചെയ്തത്. അതായത് അതിന്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് കപടവിശ്വാസിയുടെ പണിയെടുക്കുന്നവൻ എന്ന ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് ഫർസാന ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. വനിതാ ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ആയിഷത്ത് ഫർസാന. കാരണം ഈ കാസർഗോഡ് നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഷാനവാസ് പാദൂർ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായാണ് LDF സ്വതന്ത്രൻ എന്ന ഒരു ലേബലിൽ കാസർഗോട്ടേക്ക് വരുന്നത്. നേരത്തെ INL മത്സരിച്ച ഒരു സീറ്റാണ്. ആ ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമ്പോൾ സ്വാഭാവികമായും LDF ഒരു മുൻതൂക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ടിൽ ഒരു വിള്ളൽ വീണ് കഴിഞ്ഞാൽ അത് UDF സ്ഥാനാർത്ഥിക്ക് അത് ദോഷം ചെയ്യുമെന്ന ഒരു കണക്കുകൂട്ടൽ പൊതുവിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ആകെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. ആ ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഒരു കുടുംബയോഗത്തിൽ വനിതാ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലൊരു പരാമർശം ഒരു കുടുംബയോഗത്തിൽ നടന്നത്. അതായത് മുനാഫിക് എന്നൊരു പരാമർശം അത് ഏറെ പ്രയാസമുണ്ടാക്കുന്നതാണെന്ന് കാണിച്ചുകൊണ്ട് കാസർഗോഡ് മണ്ഡലം LDF കൺവീനർ K മുഹമ്മദ് ഹനീഫ ഇപ്പോൾ മണ്ഡലം വരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത് തുടർ നടപടികൾ നാളെ ഉണ്ടാകുമെന്നാണ് ഇത് അധികൃതർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ശരി 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 കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.